ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മുടെ മലപ്പുറം മുത്ത് സ്റ്റോറിയിൽ വന്ന ഒരു കമൻ്റാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടോ. ഈ ഒരു കമൻ്റ് ഇട്ടത് ഹാജറ സലാം 373 എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഹാജറ സലാം എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെരി ഗുഡ്, സംഭവം അടിപൊളി. ഇത്രയും പെട്ടെന്ന് രണ്ടാളുടെയും ആഗ്രഹം സഫലീകരിക്കട്ടെ. ഫൈസലേ, ഇനി എങ്ങനെയെങ്കിലും ആ മാണിക്കക്കല്ലിനെ ഒറ്റപ്പെടുത്താതെ കൂട്ടുപിടിക്കാൻ നോക്ക്. രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കട്ടെ. ഇതും കൂടി ആകുമ്പോൾ പുത്തൻ വീട് തറവാട് ആഹ്ലാദത്തിൻ്റെയും ആവേശത്തിൻ്റെയും അലതല്ലലാവട്ടെ. പെട്ടെന്ന് അവരുടെ നിക്കാഹ് നടത്തണം. അതിന് അജിയുടെ അടുക്കിൽ നിന്ന് ഡൈവേഴ്സ് കിട്ടണ്ടേ? അവൻ മുന്നിട്ട് വരുന്നില്ലെങ്കിൽ മുംതാസ് അങ്ങോട്ട് ഫസ്ക് ചെല്ലട്ടെ. എത്രയും പെട്ടെന്ന് പുതിയ ജീവിതത്തിലേക്ക് തുടക്കം വിടണം. എന്നിട്ട് അവർ സന്തോഷത്തോടു കൂടെ ജീവിക്കട്ടെ. ഇതുകൂടിയായാൽ മുംതാസിൻ്റെ ഉമ്മക്കും ഉപ്പക്കും അവളുടെ ബ്രദറിനും നല്ല സന്തോഷമായിരിക്കും. നടക്കട്ടെ നടക്കട്ടെ, എല്ലാം നല്ലതിന് മാത്രം. മാഷാ അല്ലാ, ഈ ഒരു കമൻറ്റ് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് ഞാൻ വായിച്ചു വിട്ടതാണ് കേട്ടോ. ഇങ്ങനെയുള്ള ചില കമൻസുകളെ കാണുമ്പോൾ നമ്മളെ മനസ്സിനുള്ളിലേക്ക് വല്ലാത്തൊരു സന്തോഷം വരും. നമ്മളെ കഥകൾ കാത്തിരിക്കുന്ന, നമ്മുടെ കഥകളിലെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ. സത്യം പറഞ്ഞാൽ ഈ ഒരു കമൻസ് കാണുമ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ സ്വന്തക്കാർ, എൻ്റെ സ്വന്തം കുടുംബങ്ങൾ, നിങ്ങളൊക്കെ എൻ്റെ കുടുംബങ്ങളാണ്, എൻ്റെ സ്വന്തം ആൾക്കാരാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരികയാണ്. ചില കമൻസുകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടപ്പെടാറുണ്ട്. അതൊന്നുകൊണ്ടുമല്ല, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സങ്കടം കൊണ്ട് എഴുതുകയാണ് എനിക്ക് നന്നായിട്ടറിയാം. അല്ലാതെ ഒരിക്കലും എന്നോട് ദേഷ്യം ഉണ്ടായിട്ടോ അങ്ങനെ ഒന്നല്ല കേട്ടോ. അതിന് ചിലപ്പോൾ ഞാൻ റീപ്ലൈ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കൂല. അങ്ങനെയാണ്. ചിലപ്പോൾ അത് റീപ്ലൈ കൊടുത്താൽ തന്നെ ചിലപ്പോൾ സങ്കടം കൊണ്ട് തരുമായിരിക്കും. എന്തൊക്കെ തന്നെയായാലും അൽഹംദുലില്ലാ, മാഷാ അല്ലാ, നമ്മുടെ കുടുംബം തന്നെ മലപ്പുറം മുത്ത് ഫാമിലി, ഈ ഒരു ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും പടച്ച റബ്ബ് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരെയും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും കാത്തുരക്ഷിക്കട്ടെ. മരണപ്പെട്ടു പോയ ഒരുപാട് മാതാപിതാക്കൾ ഉണ്ട്, ഒരുപാട് കുടുംബാംഗങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഒരുപാട് താങ്ക്സ് കേട്ടോ ഹാജറ സലാം. ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ ഒരുപാട് കമൻസുകൾ വായിക്കാണ്ട്, ഇടയ്ക്ക് ടൈം ഇട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ വായിച്ചു വിടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.